എല്ലാവർക്കും നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ ചെയ്യുന്ന ഇൻട്രാഡേ സ്റ്റോക്ക് സജഷൻ വീഡിയോ ആണ്. ഇന്നലെ നമ്മുടെ വീഡിയോയിൽ ഒരു തെറ്റായ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി എന്ന്. ബാങ്ക് നിഫ്റ്റിയുടെ ബുധനാഴ്ചയാണ് എന്നുള്ള ഒരു ഓർമ്മയിലാണ് പറഞ്ഞത്. പിന്നീട് ടൈറ്റിലിൽ ഞാൻ മാറ്റം വരുത്തി ഫിൻ നിഫ്റ്റി എന്നാക്കി. പക്ഷേ ടൈറ്റിലും വീഡിയോയും തമ്മിൽ യാതൊരു ബന്ധമില്ല. അത് നിങ്ങൾക്ക് വായിച്ചാലും വീഡിയോ കണ്ടാലും മനസ്സിലാവും. അത് അത്തരത്തിലുള്ളൊരു അബദ്ധം പറ്റിയത് കൊണ്ടാണ് ഫിൻ നിഫ്റ്റി എക്സ്പയറി എന്ന് എഴുതിയത്. സത്യത്തിൽ ബാങ്ക് നിഫ്റ്റി എക്സ്പയറിയാണ് വീഡിയോയിൽ പറഞ്ഞത്. അതുകൊണ്ട് ചെറിയ തെറ്റുപറ്റി ക്ഷമിക്കുക. ഗ്ലോബൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഒരു പോസിറ്റീവ് തന്നെയാണ്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഒരു സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയിരിക്കും, അതാണ് പ്രതീക്ഷിക്കുന്നത്. ഡോ ജോൺസ് ഫ്യൂച്ചർ US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്ലൈറ്റ്ലി റെഡാണ്. മറ്റ് S&Pയും നാസ്ഡാകൊക്കെ സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റ്സും കാര്യമായ ഒരു റാലിയൊന്നും നടത്തിയിട്ടില്ല, പക്ഷേ ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഒരു 10 മിനിറ്റ് മുമ്പേ 63 പോയിൻറ്റ് പോസിറ്റീവായിരുന്നു. ഇപ്പോൾ 43ലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ 9 മണി 9:15 ആകുമ്പോഴേക്കൊക്കെ സ്ലൈറ്റ്ലി റെഡിലേക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണോ ആയിരിക്കാം, അതാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്നലെ 4 സ്റ്റോക്കുകൾ തന്നിരുന്നു. ആദ്യം അതിൻ്റെ പെർഫോമൻസ് നോക്കാം. ഒന്ന് സോണാകോംസ് ആയിരുന്നു. 760ലാണ് നമ്മളൊരു എൻട്രി പറഞ്ഞത്. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ഈ സമയത്താണ് ക്രോസ് ചെയ്തിരിക്കുന്നത്. 9:15 തന്നെ ക്രോസ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് സ്റ്റോക്ക് നമ്മുടെ സെക്കൻഡ് ടാർഗറ്റായ 769 768 65 വരെ പോയി നേരെ താഴേക്ക് വരികയാണ് ചെയ്തത്. അതിനുശേഷം 760 വീണ്ടും ഒന്ന് ക്രോസ് ചെയ്ത് 762 വരെ പോയിട്ടുണ്ട്. ഇതിൽ എൻട്രി എടുക്കാൻ കഴിഞ്ഞോ എന്നുള്ളത് സംശയമാണ്. കാരണം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഫസ്റ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്തത് 763ലാണ്. നമ്മുടെ എൻട്രി 760ലാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കിട്ടിയിരിക്കാൻ സാധ്യതയില്ല. ഏതായിരുന്നാലും എൻട്രി എടുത്ത് പ്രോഫിറ്റ് ആയിട്ടുള്ളവർക്ക് ഓക്കെ. അടുത്തത് പൂനാവാല ഫിൻകോർപ്പ്. പൂനാവാല ഫിൻകോർപ്പിൽ 407 ബൈ എൻട്രി ആയിരുന്നു. ഇതും നേരത്തെ പറഞ്ഞ രൂപത്തിൽ ജസ്റ്റ് 9:15 ഒന്ന് ക്രോസ് ചെയ്തു, പക്ഷേ അതിന് താഴെയാണ് ക്ലോസ് ചെയ്തത്. പിന്നീട് മുകളിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് അതിലും നമുക്കൊരു എൻട്രി ഇന്നലെ ലഭിച്ചിട്ടില്ല. മാർക്കറ്റ് ഇത്രയും അപ്സൈഡ് ആണെങ്കിലും സ്റ്റോക്കുകൾ അധികവും കാര്യമായ പെർഫോമൻസ് അല്ല വയ്ക്കുന്നത്. കാരണം സ്റ്റോക്കുകളൊക്കെ അതിൻ്റെ പരമാവധി ഹൈയിലാണുള്ളത്. ബാക്കി ചെറിയ സ്റ്റോക്കുകളുടെ പിൻബലത്തിലും മേജറായ സ്റ്റോക്കുകളുടെ പിൻബലത്തിലുമാണ് ഇപ്പോൾ നിഫ്റ്റി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. 26,000 എന്നുള്ള ഒരു കടമ്പ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് കുറേശ്ശെ അല്പമായി താഴെ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തത് HCL ടെക് 1766 എൻട്രി. നമുക്കതിലും ഒരു എൻട്രി ലഭിച്ചിട്ടില്ല. ഇത്തരത്തിൽ ഡെയിലി സംഭവിച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ലാസ്റ്റ് വൺ സിപ്ല ആയിരുന്നു. സിപ്ലയിൽ നമുക്ക് 1651ലാണ് എൻട്രി പറഞ്ഞിരുന്നത്. സ്റ്റോക്ക് 12:45 ക്ലോസ് ചെയ്തിട്ടുണ്ട്. ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സുന്ദരമായിട്ട് തന്നെ അതിൽ എൻട്രി ലഭിച്ചു. ഇതുപോലെ ആയിരിക്കണം നമുക്ക് എൻട്രി ലഭിക്കുക എന്ന് പറയുന്നത്, ഇതുപോലെ ആയിരിക്കണം. ഇപ്പോൾ 12:45 ക്ലോസ് ചെയ്തു. നമ്മൾ ഇവിടെ ഒരു ചെറിയ റീടെസ്റ്റിന് വേണ്ടി കാത്തിരുന്നു. ശേഷം ആ ക്ലോസ് ചെയ്ത ക്യാൻഡലിൻ്റെ അവിടെ എത്തിയപ്പോൾ നമുക്ക് ബൈ എൻട്രി കിട്ടി. നമ്മൾ ഇവിടെ നിന്ന് ബൈ എടുത്തു. ഇതുവരെ 8 പോയിൻറ്റ്. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് വന്നിട്ട് 1659ആണ്. സെക്കൻഡ് 1663. സ്റ്റോക്ക് 1661 വരെ വന്നിട്ടുണ്ട്. 1.5 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റിൻ്റെ അടുത്തും എത്തി. ഇനിയിപ്പോൾ സെക്കൻഡ് ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഫസ്റ്റ് ടാർഗറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായിരുന്നാലും 4 സ്റ്റോക്കിൽ ഒരെണ്ണെങ്കിലും നമുക്ക് പ്രോഫിറ്റിൽ എത്താൻ കഴിഞ്ഞല്ലോ എന്നുള്ളത് സമാധാനിക്കാം. ഓക്കെ, നമുക്കിനി ഇന്നേക്ക് ഒരു 4 സ്റ്റോക്കുകൾ പരിചയപ്പെടാം. മാർക്കറ്റ് ഹൈയിലായതുകൊണ്ട് സ്റ്റോക്കുകളുടെ പെർഫോമൻസ് എത്രയായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേസമയം സെൽ സൈഡ് നമുക്ക് എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കാരണം അവിടെ തന്നെ കൺസോളിഡേഷൻ ചെയ്ത് നടക്കുന്ന
ഒരു സാഹചര്യമാണ് ഇപ്പോൾ സ്റ്റോക്കുകളിലൊക്കെ ഉള്ളത്. ആദ്യമായി ഓയിൽ നമുക്ക് നോക്കാം. ഓയിലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 583 സ്പോട്ട് റേറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നും പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു റെസിസ്റ്റൻറ്റ് സോണിലാണ് നിൽക്കുന്നത്. നോക്കൂ, കറക്റ്റായിട്ട് പലതവണ 1 2 3 4 പലതവണ 15 മിനിറ്റ്സ് ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് തവണ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ വളരെയധികം റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് താഴത്തേക്ക് വന്നിരിക്കുന്ന സ്റ്റോക്ക്. ഒരു സമയത്ത് മുകളിലേക്ക് പോയെങ്കിലും ഇവിടെ നിന്നും മുകളിലേക്ക് പോയെങ്കിലും പിന്നീട് താഴത്തേക്ക് തന്നെ വരികയായിരുന്നു. ഈ ഒരു ഗോപുരം മോഡലിൽ തന്നെ, അതായത് ഉൾട്ട വി ഷേപ്പ് വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ വി ഷേപ്പ് വന്നു കഴിഞ്ഞാൽ മുകളിലേക്കും ഇതിൻ്റെ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ താഴേക്കും വരാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 587 ഒരു എൻട്രി എടുത്തു പോകാം. 591 ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കാം. 594 സെക്കൻഡ് ടാർഗറ്റും വയ്ക്കാവുന്നതാണ്. സ്റ്റോക്ക് നല്ല ഒരു പെർഫോമൻസ് കിട്ടുകയാണെങ്കിൽ പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. 583 അതായത് ഇന്നത്തെ സ്പോട്ട് റേറ്റിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസും വയ്ക്കാവുന്നതാണ്. അടുത്തത് ഐനോക്സ് ആണ്. ഐനോക്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ താഴെ വന്ന് ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകുന്നതാണ് കാണുന്നത്. റൗണ്ട് ടോപ്പ് ഫോം ആയിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഈ ഒരു ഏരിയ ഇപ്പോൾ ഇവിടെ നല്ലൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോണാണ് ഇവിടെ നിൽക്കുന്നത്. നോക്കൂ, മുകളിൽ നിന്ന് വരുമ്പോൾ ഇതൊരു സപ്പോർട്ടും താഴെ നിന്ന് പോകുമ്പോൾ ഒരു റെസിസ്റ്റൻസുമായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇവിടെ ഒരു റൗണ്ട് ടോപ്പ് ഫോം ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് ഈ ഒരു 1150 ഇത് ക്ലോസ് ചെയ്തിരിക്കുന്ന 1145 1145 ക്ലോസ് ചെയ്തു. അതിൻ്റെ പ്രീവിയസ് ഹൈ 1150 നമുക്ക് എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് 1144 വയ്ക്കാം. 1155 1160 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. മൂന്നാമത്തെ സ്റ്റോക്ക് ഗോദ്രേജ് ഇൻഡസ്ട്രീസിലും നോക്കൂ, വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ടാവും. ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് ഇന്ന് വന്ന് നിൽക്കുന്നത്. മാർക്കറ്റിൽ നല്ലൊരു ബുള്ളിംഗ് പ്രഷർ ഉണ്ടെങ്കിൽ തീർച്ചയായും സ്റ്റോക്ക് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് പോകും. അങ്ങനെ പോവുകയാണെങ്കിൽ ഇത് 1246 ഒരു എൻട്രി എടുക്കാവുന്നതാണ്. നമുക്ക് പലതവണയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്, 1 2 അല്ല, പലതവണ. ഇവിടെ ചെറുതായിട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം താഴെ വന്ന് പിന്നീട് ഈ ഒരു മേഖലയിൽ തന്നെ ഒരുപാട് ദിവസങ്ങളായി കൺസോൾട്ടേഷനിലാണ്. ഈ റെസിസ്റ്റൻസ് എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1246 എൻട്രി എടുത്താൽ 1240 സ്പോട്ട് റേറ്റിൽ, അതായത് ഇന്നലെ ക്ലോസ് ചെയ്ത റേറ്റിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 1252 1257 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അതിന് മുകളിലൊക്കെ പോവുകയാണെങ്കിൽ പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ലാസ്റ്റ് വൺ വെസ്റ്റ് ലൈഫാണ്. വെസ്റ്റ് ലൈഫിൽ ഇങ്ങനൊരു ലൈൻ ഉണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു ലൈന് കിട്ടുന്നുണ്ട്. അതിന് പുറമെ ഈ ഒരു റെസിസ്റ്റൻറ്റ് സോണും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ട്രെൻഡ് ലൈനിനെയും റെസിസ്റ്റൻറ്റ് സോണിനെയും ബ്രേക്ക് ഔട്ട് ചെയ്താൽ മാത്രം നമുക്ക് മുകളിലേക്ക് പോകാം. ഇതിന് രണ്ടിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് 885 ഒരു എൻട്രി നമുക്ക് എടുക്കാം. 880 സ്പോട്ട് റേറ്റ്, അതായത് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്ന 880. 879.50 നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 880 വയ്ക്കാം. 879.50 ആകുമ്പോൾ ഒന്നുകൂടെ സേഫായി ചിലപ്പോൾ 880 വന്ന് സപ്പോർട്ട് എടുത്ത് പോവാം. അങ്ങനെയാണെങ്കിൽ 890 ഫസ്റ്റ് ടാർഗറ്റും 893 സെക്കൻഡ് ടാർഗറ്റും വയ്ക്കാം. ഓക്കെ, അതിന് മുകളിൽ പോവുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു റേഞ്ചൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. 900 910 റേഞ്ചൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ പരമാവധി പ്രോഫിറ്റ് സ്റ്റോപ്പ് ലോസ് മൈനസ് ചെയ്തുകൊണ്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഈ 4 സ്റ്റോക്കുകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം.
ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായി അനാലിസിസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി സംസാരിച്ചെടുക്കുക. ഞങ്ങളുടെ വീഡിയോ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.